PM ശ്രീയിൽ CPI ജനറൽ സെക്രട്ടറി ഡി രാജ CPM നേതൃത്വവുമായി ചർച്ച നടത്തും. കടുത്ത പ്രതിഷേധം അറിയിക്കും. കേന്ദ്ര സെക്രട്ടേറിയറ്റിൽ വിഷയം ചർച്ചയായി. സംസ്ഥാന നേതാക്കൾ വിഷയത്തിലെ കടുത്ത അതൃപ്തി യോഗത്തിൽ അറിയിച്ചു. PR അരവിന്ദ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അരവിന്ദ്, ദേശീയ സെക്രട്ടറിയും ഇപ്പോൾ നമുക്കറിയാം എന്താണ് അവരുടെ നിലപാട് എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ സംസ്ഥാന നേതൃത്വവുമായി ചർച്ച നടത്തുമെന്നാണോ അറിയിച്ചിരിക്കുന്നത്? വിവരങ്ങൾ എങ്ങനെയാണ്? അമൃത, PM ശ്രീ പദ്ധതിയിൽ കേരളം ഒപ്പിട്ടതിന് പിന്നാലെ കടുത്ത അതിർത്തിയിലാണ് CPI നേതൃത്വമുള്ളത്. CPIയുടെ ദേശീയ സെക്രട്ടേറിയറ്റ് യോഗം ഡൽഹിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. പാർട്ടി സമ്മേളനത്തിന് ശേഷമുള്ള ആദ്യ സെക്രട്ടേറിയറ്റ് യോഗമാണ് ഡൽഹിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ നിന്നുള്ള 3 നേതാക്കൾ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. P. സന്തോഷ് കുമാർ, പ്രകാശ് ബാബു, അതുപോലെ തന്നെ ആനി രാജ എന്നീ നേതാക്കളാണ് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത്. കൃത്യമായി PM ശ്രീ വിഷയത്തിൽ അതൃപ്തി ഈ നേതാക്കൾ ഈ യോഗത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം മുന്നണിയിൽ കൃത്യമായ ഒരു ചർച്ചകൾ നടക്കാതെയാണ് ഈ വിഷയം CPM മുന്നോട്ട് പോയത്. അതുപോലെ തന്നെ മുന്നണി മര്യാദകൾ ഇവർ പാലിച്ചില്ല എന്ന വിമർശനമാണ് ഈ യോഗത്തിൽ ഉയർന്നു വന്നത്. എന്തായാലും CPI ജനറൽ സെക്രട്ടറി ഡി രാജ ഈ വിഷയം CPM കേന്ദ്ര നേതൃത്വവുമായി കൂടിയാലോചിച്ച് ചർച്ചകൾ നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ MA ബേബിയുമായി ഈ വിഷയത്തിൽ ഡി രാജ ചർച്ചകൾ നടത്തും. കാരണം നിലവിൽ MA ബേബി ചെന്നൈയിലാണ് ഉള്ളത്. അദ്ദേഹം ഒരുപക്ഷെ ചെന്നൈയിൽ നിന്ന് ഡൽഹിയിലേക്ക് ഇന്ന് വൈകുന്നേരത്തോടെ മടങ്ങിയെത്തുമെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുമെന്ന് ഇപ്പോൾ CPI വ്യക്തമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ 3:30-ന് സംസ്ഥാന സെക്രട്ടറിയുടെ വാർത്താ സമ്മേളനമുണ്ട്. അതിനുശേഷം ഒരുപക്ഷെ 4 മണിയോടുകൂടി ഡി രാജയുടെ ഒരു പ്രതികരണവും ഈ വിഷയത്തിൽ വന്നേക്കാം. എന്തായാലും കടുത്ത അതിർത്തിയിൽ തന്നെയാണ് CPI നേതൃത്വമുള്ളത്. അല്പസമയം മുമ്പ് ബിനോയ് വിശ്വത്തിന്റെ കത്തും ഡി രാജയ്ക്ക് ലഭിച്ചിരുന്നു. ആ കത്തിൽ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു ബിനോയ് വിശ്വം ചൂണ്ടിക്കാണിച്ചത്, ആ വിഷയങ്ങളെല്ലാം കൃത്യമായി ഇന്നത്തെ കേന്ദ്ര സെക്രട്ടേറിയറ്റിൽ ചർച്ചയായി. നേതാക്കളടക്കം നമ്മൾ രാവിലെ പ്രതികരണങ്ങൾ കണ്ടതാണ്. സന്തോഷ് കുമാർ വ്യക്തമാക്കിയത് തലയിൽ മുണ്ടിട്ട് വന്ന ഒരു കരാറിൽ ഒപ്പിട്ട് പോയി എന്നുള്ള വിമർശനമെല്ലാം ഉയർത്തിയിരുന്നു. CPIയെ കൃത്യമായി മുന്നണി മര്യാദകൾ പാലിച്ചില്ല. അതുപോലെ തന്നെ CPI ഇരുട്ടിൽ നിർത്തിക്കൊണ്ടൊരു തീരുമാനമാണ് CPMന്റെ ഭാഗത്തുനിന്നും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായെന്ന് തന്നെ വിലയിരുത്തലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പ്രതിഷേധം, കടുത്ത പ്രതിഷേധം അത് അറിയിക്കുവാൻ തന്നെയാണ് ഇപ്പോൾ CPI ദേശീയ നേതൃത്വം തീരുമാനിച്ചിട്ടുള്ളത്. ഇക്കാര്യം കൃത്യമായി തന്നെ MA ബേബിയുമായി കൂടി ചർച്ച നടത്തും. കാരണം MA ബേബിയുടെ ഭാഗത്തുനിന്ന് ഒരു ഉറപ്പ് CPIക്ക് നേരത്തെ ലഭിച്ചിരുന്നു. മാധ്യമങ്ങൾ പ്രതികരണം തേടിയപ്പോൾ CPIയുമായി കൂടിയാലോചനകൾ നടത്തും, അതുപോലെ തന്നെ CPIയുമായി ഈ വിഷയം ചർച്ച ചെയ്യുമെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി വ്യക്തമാക്കിയിരുന്നു. പക്ഷേ അത്തരം ഒരു കൂടിയാലോചനകളോ ചർച്ചകളോ പരിഗണിച്ചില്ല. അതുപോലെ തന്നെ CPIയുടെ അഭിപ്രായങ്ങൾ പോലും പരിഗണിച്ചില്ല എന്ന വിമർശനമാണ് കേന്ദ്ര സെക്രട്ടേറിയറ്റിൽ ഉയർന്നു വന്നത്. എന്തായാലും 4 മണിക്ക് ശേഷം ഡി രാജയുടെ ഒരു പ്രതികരണം ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. ശരി, PR അരവിന്ദാണ് വിവരങ്ങൾ നൽകിയത്.